നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിളിച്ചടിപ്പിക്കുമ്പോൾ പ്രണയം ചിലത് ഇവിടെ എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. ഞാനിപ്പോ ദേവിയുടെ ഈ സന്നിധിയിൽ നിന്ന് ഒരാളെ ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദേവി അനുഗ്രഹിച്ച ഒരാൾ, എനിക്ക് പുനർജന്മം തന്നൊരാൾ. ആ വ്യക്തിയെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ആഗ്രഹമാണ്, നടക്കാതിരിക്കില്ല. ഏതൊരാഗ്രഹവും ധാർമ്മിക ബോധത്തോടെയുള്ളതാണെങ്കിൽ അല്പം വൈകിട്ടാണെങ്കിൽ പോലും ദേവി അത് സാധിച്ചു തരും. സന്ദീപിന്റെ ആഗ്രഹങ്ങളും അങ്ങനെ സാധിക്കട്ടെ. നന്ദി സ്വാമി. അടുത്തു വരുമ്പോൾ വീണ്ടും കാണാം. ഞാൻ വീണ്ടും വന്നു ഇന്നലെ. പിന്നെ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വന്നത്. എന്ത് കാര്യത്തിലുള്ള തീരുമാനം? എന്ത് കാര്യമാണെന്നും എന്താണ് തീരുമാനമെന്നും ഒക്കെ പറയാനുള്ളവർ വന്ന് പറയും. എന്തായാലും മൂകാംബി അമ്മ എൻ്റെ തീരുമാനത്തിനൊപ്പമാണ്. അതെനിക്ക് ബോധ്യമായി. എൻ്റെ വീട്ടുകാരും ആ തീരുമാനം അംഗീകരിച്ചാൽ അത് പറയാൻ എൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളും വരും. അവർ പറയുന്ന കേൾക്കാനും അതിനൊപ്പം നിൽക്കാനും മനസ്സുണ്ടാവണം. ഇതിനൊക്കെ ഞാനെന്ത് മറുപടി പറയാനാ? അങ്കിള് ഇപ്പം മറുപടി ഒന്നും പറയണ്ട. അതിനുള്ള സമയം വരും, അപ്പൊ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വരുമെന്ന് സൗപർണിയോടും പറയണം. ഇന്ന് അങ്കിളിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സന്ദീപിന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും ഒരേ ഒരു അവകാശി സൗപർണികയാണ്. അതും പറഞ്ഞോളൂ. ആ പയ്യൻ എന്തൊക്കെയാ പറയുന്ന കുമാരേട്ട? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, സ്വന്തം ജീവനും ജീവിതവും ഒക്കെ ദേവൂട്ടിക്ക് സമർപ്പിക്കാൻ മാത്രം അവൾ അവന് വേണ്ടി എന്താ ചെയ്തത്? എനിക്കൊന്നും അറിയില്ല. വീട്ടുകാരുമായിട്ടൊക്കെ വരുമെന്ന് പറയുമ്പോ ചിലപ്പോ കല്യാണാലോചനയായിട്ടായിരിക്കോ? അവൻ പറയുന്നതൊന്നും വ്യക്തമല്ലല്ലോ. എങ്ങും തൊടാത്തൊരു സംസാരം. ദേവൂട്ടിയുടെ കുറവുകൾ അറിഞ്ഞിട്ടാണോ അവൻ ഈ സംസാരിക്കുന്നത്? അതറിയില്ല. അവനേതോ സങ്കല്പ ലോകത്തില്. പക്ഷേ മൂകാംബികമ്മയുടെ സമ്മതം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മേ ദേവി. ചില സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഈ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ പിന്നാലെ വരുന്ന ദുഃഖത്തിന്റെ സൂചനയാണെന്നാണോ? അല്ല, ഇതൊക്കെ വരാനിരിക്കുന്ന സന്തോഷങ്ങളുടെ സൂചനകളാണ്. ഇതുവരെ നീ 2 ജീവിതം ജീവിച്ചു കഴിഞ്ഞു. അമ്മയുടെ സ്ഥാനത്ത് പെറ്റമ്മയും പോറ്റമ്മയുമായി 2 പേർ. അച്ഛന്റെ സ്ഥാനത്തും അതുപോലെ തന്നെ 2 പേർ. രണ്ടും 2 തരത്തിലെ ജീവിതങ്ങൾ. അനുഭവിച്ചു കഴിഞ്ഞ ഈ 2 ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ 3ാമത്തെ ഒരു ജീവിതം നിശ്ചയമായി നിന്നെ തേടി വരും. അതിന്റെ സൂചനകളാവും ഈ സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ. ഇനി വരുന്ന 3ാമത്തെ ജീവിതം ഈ 2 ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് വിധിക്കുന്നത് മനുഷ്യനല്ല, ഈശ്വര നിശ്ചയമാണ്, ജന്മവിധികളാണ്. അതിന് അതിൻ്റെതായ ഒരു സമയവും സാഹചര്യവും കാലവും ഉണ്ടൂട്ടി. ലൗകികനായൊരു വ്യക്തി, ആണാവട്ടെ പെണ്ണാവട്ടെ, ജീവിതത്തിന്റെ ഏറ്റവും ഉയർന്ന ശിഖരത്തിലേക്ക് കൈനീട്ടണം. അതാണ് വിജയത്തിന്റെ സമവാക്യം. വിദ്യാമ്മയെ കണ്ട്
യാത്ര പറഞ്ഞിട്ട് പോണെന്ന് വിചാരിച്ചു. മടങ്ങിപ്പോവാണ്. ഇനി ഒരു വരവ് കൂടി ഉണ്ടാവും. മനസ്സിൽ തോന്നിയ ഇഷ്ടം അത് ഉറപ്പിച്ചു അല്ലേ? അതെ.